വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നിങ്ങളുടെ ഓണം എക്സാമിന് വരുന്ന ഇംഗ്ലീഷിലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് തന്നെ, അതുപോലെ മലയാളം, മാത്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ കഴിയും എല്ലാ സബ്ജക്റ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെ ആക്ടിവിറ്റി ആണെന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലെറ്റ് അസ് കളർ ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചറിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പിക്ചർ നോക്കൂ. ഇതെന്താണ്? ബസ്സാണല്ലേ. അപ്പോൾ ഇതിന് നല്ല ഭംഗിയായിട്ട് കൂട്ടുകാർ നിറം കൊടുക്കുക. എന്നിട്ട് താഴെ തന്നിട്ടുണ്ട് ദിസ് ഈസ് എ, എന്താ കൊടുക്കുക? ഇത് ഒരു എന്താണ്? ഇതൊരു ബസ്സാണല്ലേ. അപ്പോൾ ദിസ് ഈസ് എ ബസ്. സ്പെല്ലിംഗ് എന്താ? BUS. ദിസ് ഈസ് എ ബസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ. ഇവിടെ എന്തോന്ന് ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്. കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. ഈ ഡോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സാധനം. ഇതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്യാം. ഇത് മൊത്തം കളർ ചെയ്യുക. ഈ ഡോട്ടും കളർ ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണേ. ഇതും ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇതും കളർ ചെയ്യുക. ഈ സർക്കിളിനും കളർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ടീച്ചറോട് റഫായിട്ടാണ് ചെയ്യുന്നത്. കൂട്ടുകാർ നന്നായിട്ട് ചെയ്യുക കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏകദേശം നമുക്ക് കിട്ടി അല്ലേ. ഇതെന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. എന്താണ് കൂട്ടുകാർ നോക്കൂ. ഇതെന്താണെന്ന്? ഇത് ഒരു കാറാണല്ലേ. ഇത് കാറാണെന്ന് നമ്മൾ മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് പുറത്ത് പോവാതെ കളർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇനി താഴെ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് എ. ഇതെന്താണ്? ദിസ് ഈസ് എ കാർ അല്ലേ. അപ്പോൾ CAR കാർ. ദിസ് ഈസ് എ കാർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്. നമ്മൾ ഇതിൽ നിന്നും വെഹിക്കിൾസ് കണ്ടെത്താനാണ്, എന്നിട്ട് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. അതൊക്കെ കളർ ചെയ്യുക. ഇവിടെ ബസ്. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഏതൊക്കെയാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബസ് ഉണ്ടല്ലേ. ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ടിക്ക് കൊടുക്കുക. പിന്നെ ബൈസിക്കിൾ ഉണ്ടോ? ബൈസിക്കിൾ ഉണ്ട്. ഇത് ബൈസിക്കിളാണ്. അപ്പോൾ നമ്മൾ ബൈസിക്കിളിന് ടിക്ക് കൊടുക്കുക. ഇനി സ്കൂട്ടർ ഉണ്ടോ? സ്കൂട്ടർ ഉണ്ടല്ലേ. അപ്പോൾ സ്കൂട്ടറിന് ടിക്ക് കൊടുക്കുക. ട്രെയിൻ ഉണ്ടോ? ഇല്ല. എയ്റോപ്ലെയിൻ ഉണ്ടോ? എയ്റോപ്ലെയിനും ഇല്ല. ജീപ്പ് ഉണ്ടോ? ജീപ്പ് ഉണ്ട്. ഇവിടെ ജീപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ജീപ്പിന് ടിക്ക് കൊടുക്കുക. മോട്ടോർ ബൈക്ക് ഉണ്ടോ? മോട്ടോർ ബൈക്ക് ഉണ്ട്. മോട്ടോർ ബൈക്കിന് ടിക്ക് കൊടുക്കുക. ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ടിക്ക് കൊടുക്കുക. കാറുണ്ടോ? കാറ് ഇല്ല അല്ലേ. ലോറി ഉണ്ടോ? ലോറിയും ഇല്ല. പിന്നെയോ ബോട്ട് ഉണ്ടോ? ബോട്ടും ഇല്ല. വാൻ ഉണ്ട്. ഇത് വാനാണ്. അപ്പോൾ വാനിനും ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണുള്ളത്? ബസ്, ബൈസിക്കിൾ, സ്കൂട്ടർ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, വാന്. ഇത്രയുമാണ് ഈ പിക്ചറിൽ ഉള്ളത്. ഇനി അടുത്തത് നോക്കൂ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി ഏതാണെങ്കിൽ അത് ഇവിടെ വരച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങൾ അതിവിടെ എന്താണെന്ന് എഴുതി കൊടുക്കുക. ദിസ് ഈസ് എ എന്താണതെന്നുണ്ടെങ്കിൽ അതും നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് 5ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ലെറ്റ് us മാച്ച് സ്യൂട്ടബിളി. നിങ്ങളിത് കറക്റ്റായിട്ട് സ്യൂട്ടുള്ളത് ഏതാണോ അതിന് നിങ്ങൾ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. ഏതാണോ വെഹിക്കിളിൻ്റെ നെയിം അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഡ് സ്കൂട്ടർ. അപ്പോൾ അവിടെ മാച്ച് ചെയ്തിട്ടുള്ള ഏതിക്കാണ്? റെഡ് സ്കൂട്ടർ ഈ കാണല്ലേ. ഇനി അടുത്തത് നോക്കൂ. ബ്ലൂ മോട്ടോർ ബൈക്ക് അല്ലേ. ബ്ലൂ മോട്ടോർ ബൈക്ക് ഏതാണ്? ഇതാണല്ലേ. അപ്പോൾ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ബ്ലൂ മോട്ടോർ ബൈക്കിലേക്ക് മാച്ച് ചെയ്യുക. 3ാമത്തേത് ഗ്രീൻ ജീപ്പാണ് അല്ലേ. ഗ്രീൻ ജീപ്പാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. ഗ്രീൻ ജീപ്പ് ഏതാണ്? ഇതാണല്ലേ. അപ്പോൾ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. ബ്ലാക്ക് ബൈസിക്കിളാണ്. ബ്ലാക്ക് ബൈസിക്കിളിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഇതുപോലെ മാച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് കളർ വൈസ് മാച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു മനസ്സിലാവാനും ഭംഗിക്കും വേണ്ടി മാച്ച് ചെയ്തതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഏതാണ് കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള പിക്ചർ ഏതാണോ അതിന് കളർ കൊടുക്കുക. അതിന് നേരെ വരച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കുറച്ച് വർക്ക്ഷീറ്റും കൂടെ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.